ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ നമ്മുടെ ഇന്ന് തമ്മിൽ കണ്ട പോലെ UK പാർട്ട് ടൈം സത്യാവസ്ഥയും അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അതായത് UK വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം കിട്ടുമോ ഇല്ലയോ, ഞങ്ങൾ ഇവിടെ വന്നാൽ പെട്ട് പോകുമോ, ഞങ്ങൾക്ക് എത്ര ദിവസം കൊണ്ട് കിട്ടും, അങ്ങനത്തെ കുറേ മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. അതുകൂടാണ്ട് കുറേ കമൻസും എൻ്റെ കഴിഞ്ഞ വീഡിയോൻ്റെ അടി വരുന്നുണ്ട്. ഞാൻ കുറേ കോഴ്സിനെയൊക്കെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അതിൻ്റെ അടിയിൽ കുറേ കോഴ്സ്, ഞാൻ കേൾക്കാത്ത കുറേ കോഴ്സൊക്കെ വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് അതിന് ഇവിടെ സ്കോപ്പ് ഉണ്ട്. അപ്പം നിങ്ങൾ അങ്ങനത്തെ കോഴ്സൊക്കെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് ഏജൻസി ആണെങ്കിൽ ആ ഏജൻസിയോട് തന്നെ ചോദിക്കണം കേട്ടോ. ഇതിന് മുന്നേ ഈ കോഴ്സ് എടുത്ത ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവോ, അതോ എന്നെയാണോ നിങ്ങൾ ആദ്യമായിട്ട് ഈ കോഴ്സിന് ബലിയെടുക്കാൻ പോണത്, അതൊക്കെ കറക്റ്റായിട്ട് ചോദിക്കുക. അങ്ങനെ നിങ്ങളാണ് ആദ്യമായിട്ട് ഈ കോഴ്സിലായിട്ട് ചാടാൻ പോകണമെങ്കിൽ ചാടരുത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് എന്നോട് ചോദിക്കണം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഏജൻസി ആയിട്ടൊക്കെ കോൺടാക്ട് ചെയ്ത് കുറേയൊക്കെ ക്ലിയർ ചെയ്യും. പിന്നെ ഞാനിപ്പോൾ പഠിക്കുന്നത് IT ഫീൽഡാണ്. അപ്പോൾ IT റിലേറ്റഡ് കോഴ്സൊക്കെയാണ് എനിക്ക് കുറേയൊക്കെ പറഞ്ഞു തരാൻ പറ്റും. അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നല്ലതായിരിക്കും. പിന്നെ എനിക്ക് കേട്ടറിയണ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലായിട്ട് വരാം. ഇവിടെ പാർട്ട് ടൈം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 2-3 കൊല്ലം മുന്നേയൊക്കെ ഇവിടെ വന്ന് ഞാൻ കുറേ പേരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ പാർട്ട് ടൈം കിട്ടാൻ സുഖമാണ്. എനിക്കറിയാവുന്ന തന്നെ ഒരു ചേട്ടനൊക്കെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് 3-ാമത്തെ ദിവസം പാർട്ട് ടൈം കയറിയ ടീമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയല്ല ഇപ്പം നിലവിൽ. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കുറേ ഇൻടേക്ക് ഇപ്പം കഴിഞ്ഞു. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു ജാനുവരിയിൽ ഒരു ഇൻടേക്ക് ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ മെയ്യിൽ, പിന്നെ കഴിഞ്ഞ് സെപ്റ്റംബർ. അപ്പോൾ ഈ ഇൻടേക്കിലെല്ലാം ഒരു കൂട്ടം പിള്ളേരാണ് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യണത്. അപ്പോൾ ഇത്രയും പിള്ളേർക്ക് ഇവിടെ ജോലി കിട്ടണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള പരിപാടിയല്ല. അപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് തന്നെ അന്വേഷിക്കേണ്ടി വരും. അതായത് നിങ്ങളിപ്പോൾ ലിങ്ക്ഡിനിലാണേലും ഇൻഡീഡിലാണേലും, അതായത് അല്ലെങ്കിൽ ഇപ്പം നേരിട്ട് ഷോപ്പിൽ പോയി ചോദിക്കണം. നിങ്ങൾ നല്ല എഫേർട്ട് ഇട്ടില്ലെങ്കിൽ കിട്ടത്തില്ല, ഉള്ള കാര്യം പറയും. എനിക്കറിയാവുന്ന തന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ ഇവിടെ കുറേ ഉണ്ട്. അവന്മാർ എന്നെ ആദ്യം ഔട്ടർ ലണ്ടനിലൊക്കെ ആയിരുന്നു. അവിടെയൊക്കെ അറിയാലോ, ഇപ്പൊ സിറ്റീസ് ആയിട്ടുള്ള ഏരിയസ് അല്ല. അപ്പൊ അവിടെയൊക്കെ ഷോപ്സിന്റെ എണ്ണവും കുറേ. ഇപ്പൊ കുറെ പിള്ളേർ അവിടെ ഉണ്ടെങ്കിൽ അപ്പൊ അവിടുത്തെ ഉള്ള എന്നാ പറയുന്ന ജോബിന്റെ വേക്കൻസിന്റെ എണ്ണം കുറേ. അതായത് ഇപ്പൊ കുറെ പേര് അവിടെ ഹയർ ചെയ്ത് വരുമ്പോൾ അവിടെ പിന്നെ ഒന്നും കാണത്തില്ല. അപ്പൊ എനിക്കറിയാവുന്ന തന്നെ കുറെ പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടാണെന്ന് തോന്നുന്നു. ലണ്ടൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണ്, അറിയാലോ. ലണ്ടൻ എന്ന് പറയുന്നത് തന്നെ ഒരു സിറ്റിയാണ്. അപ്പൊ ഇവിടെ കുറെ സ്ഥലത്തൊക്കെ അവന്മാർ ഇപ്പോഴാണ് കുറെ ഇന്റർവ്യൂവിനൊക്കെ പോകുന്നത്. അതായത് അവന്മാർ ഏകദേശം വന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞ് ജോബ് ഇതുവരെ ഒന്നും ആയിട്ടില്ല. അത് പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സാണ്. അപ്പൊ എനിക്കറിയാം അവന്മാരാ. അപ്പൊ വലിയ കാര്യമായിട്ടൊന്നും അന്വേഷിക്കാനൊന്നും പോലെ ആളൊക്കെ നല്ല ചിൽ മൂഡായിട്ടൊക്കെ നടക്കുന്ന കുറെ ടീംസ് ഒക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നിങ്ങളായിട്ട് എഫോർട്ട് ഇട്ടില്ലെങ്കിൽ ഇവിടെ ഒരു ജോലിയും കിട്ടില്ല, ഒരു തേങ്ങയും കിട്ടത്തില്ല, പാർട്ട് ടൈമും കിട്ടത്തില്ല, നല്ല പാടുമായിരിക്കും. പിന്നെ വേറെ കണ്ടേക്കണ കുറെ ടീംസിനെയൊക്കെ ഇവിടെ ഇങ്ങോട്ട് ലിവിങ് എക്സ്പെൻസ് ചുമ്മാ ഷോ മണി പോലെ കാണിച്ചിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇവിടെ കയ്യിലൊരു ലിവിങ് എക്സ്പെൻസും ഇല്ലാണ്ടൊക്കെ നിൽക്കുന്ന കുറെ ടീംസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അവരുടെ ഏജൻസി പറഞ്ഞു വിടണതാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ലിവിങ് എക്സ്പെൻസ് തൊടിയൊന്നും വേണ്ട, നിങ്ങൾക്ക് പാർട്ട് ടൈം പെട്ടെന്ന് സെറ്റ് ആവും. അപ്പൊ ആ പാർട്ട് ടൈമിന്റെ ഇതും വെച്ച് നിങ്ങൾക്ക് അങ്ങനെ പോവാന്ന് എങ്ങനെ എനിക്കറിയാനൊന്നും മേല. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് തന്നെ ഈ ഷോ മണി കാണിച്ചു വന്നേക്കേണ്ട വീട്ടിലൊന്നും ഒരു ഗതിയില്ലാത്തവന്മാരൊക്കെ ആയിരിക്കും ഇവിടെ വന്ന് കിടക്കണം. എന്നിട്ട് ഷോ മണി കാണിച്ചു വന്നിട്ട് ഇവിടുത്തെ റെന്റ് അടയ്ക്കാനും ബുദ്ധിമുട്ടാണ്, അവരുടെ ചെലവ്. എന്നിട്ട് കൂട്ടുകാരൻ്റെ അടുത്തായിട്ട് എന്ന് വെച്ചാൽ വീട്ടിലായിട്ട് വിളിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഷോ മണി അല്ല കാണിച്ചാൽ. നമ്മളിപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ന കാര്യം പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ റിക്വസ്റ്റ് ചെയ്ത് അവർ ആ ലിവിങ് എക്സ്പെൻസിൽ നിന്ന് ഡിസ്പേഴ്സ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വിടും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തേർഡ് പാർട്ടി വഴിയൊക്കെ കാണിച്ചിട്ട് ഇവിടെ വന്നിറങ്ങിയിട്ട് ജോബും ഇല്ല, ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല, അങ്ങനത്തെ കുറെ ഗതിയൊക്കെ വന്ന് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഇവിടെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി വെക്കട്ടെ. നമുക്ക് നമ്മുടെ പോയിന്റിലായിട്ട് ഞാൻ പിന്നെയും തെന്നി പോയി. ഓക്കെ, നമ്മുടെ പോയിന്റ് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നിങ്ങളായിട്ട് എഫേർട്ട് ഇട്ട് ഇറങ്ങിയില്ലെങ്കിൽ പാർട്ട് ടൈം കിട്ടത്തില്ല, ഉള്ള കാര്യം പറയാം. നിങ്ങൾ എല്ലാ ഷോപ്പിലും അങ്ങ് ചോദിച്ചാണോ, ഒരു നാണവും ഇതൊന്നും വെക്കണ്ട. ഞാൻ റീസെന്റ് ആയിട്ട് എൻ്റെ ഷോപ്പിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഏകദേശം വൈകിട്ടാണ് നേരത്തെ ക്ലോസ് ചെയ്തത്. ഒരു 5 മണിയൊക്കെ അപ്പൊ ക്ലോസ് ചെയ്യാൻ വേണ്ടി എല്ലാം പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡി ആയാണ്. അപ്പൊ പുറത്ത് ഞങ്ങൾക്ക് കുറച്ച് ഇതൊക്കെ ഇരിപ്പുണ്ട്, കുറച്ച് ഞങ്ങളുടെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യണ ഒരു ചെറിയ ബോർഡും കയറി. അപ്പൊ അതൊക്കെ എടുത്ത് അകത്ത് വെക്കണം. എനിക്ക് എന്ന് വെച്ചാൽ ഞാനാണ് ഫ്രണ്ട് ഏരിയ നിൽക്കുന്നത്, ടിൽ ഏരിയയും അതൊക്കെ മാനേജ് ചെയ്യണം ഞാനാണ്. അപ്പൊ ഈ സാധനം ഞാൻ എടുത്ത് അകത്ത് വെക്കാൻ ഞാൻ നോക്കിയപ്പോ ഒരു പെങ്കൊച്ചി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മലയാളിയാണെന്നാണ് തോന്നണത്. ഞാനപ്പോ ഓക്കെ, എനിക്ക് തോന്നിയാന്ന് വെച്ചാൽ ഞാൻ സെൻട്രൽ ലണ്ടനിൽ അപ്പൊ ഇടയ്ക്കൊക്കെ മലയാളികളെ കാണാറുള്ളു. അപ്പൊ ഈ പുള്ളിക്കാരത്തെ എന്നെ ഞാനത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി മലയാളിയാണെന്ന് തോന്നുന്നു. പിന്നെ ഞാനതങ്ങ് വിട്ടു. പിന്നെ ഞാൻ ഈ സാധനം എടുത്ത് അകത്തോട്ട് പോകുന്നു, പുള്ളിക്കാരത്തെ എൻ്റെ വരെ വന്നെ. ഞാനോട് ഇതെന്താണിത്. പിന്നെ അത് കേട്ട് എന്നോട് വന്നിട്ട് ചോദിക്കുക പാർട്ട് ടൈം. എന്നോട് വന്നിട്ട് പാർട്ട് ടൈം ജോബ്, ഇങ്ങനെ ഭയങ്കര ഒരു വിക്കിയൊക്കെ സംസാരിക്കട്ടെ എന്നോട്. പാർട്ട് ടൈം ജോബ്
അപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് ശരിക്കും പറഞ്ഞ ചിരിയാണ് വന്നത്. അപ്പൊ എനിക്ക് അങ്ങോട്ട് പറഞ്ഞു, അല്ല എന്റെ പേര് അഭിജിത്ത്. എന്നോട് വന്നിട്ടൊക്കെ പാർട്ട് ടൈം, ഞാൻ എന്നാ പറയാന്. അത് ഈ നിങ്ങളൊരു കടയിൽ ചെന്ന് ചോദിക്കേണ്ട രീതിയിൽ ഒരു ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ ഇപ്പം വെറുതെ ഒരു ഷോപ്പിൽ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് തന്നെ ഇവൻ ഏതാണ്, ഇവൻ എവിടെ നിന്ന് വന്ന് ഒരു ഒരു രീതിയിൽ. ഇപ്പൊ നിങ്ങൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഒരു കടയിട്ട് ചെല്ലുക, എന്നിട്ട് അവരോട് ചോദിക്കുക ഹായ് ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുക, എന്നതാ എങ്ങനെയുണ്ട്, സോ ഇതൊക്കെ ഒരു ചെറിയൊരു എന്നാ പറയാ ചെറിയൊരു വിശേഷം തിരക്കല്, അങ്ങനെ തന്നെ ഒരു ഹൗ ആർ യു അതൊക്കെ ചോദിച്ചാൽ അവരോട് പറയാം. പിന്നെ എങ്ങനെ പറയാ ഐ എം ലുക്കിംഗ് ഫോർ സം പാർട്ട് ടൈം ജോബ്, ഡു യു ഹാവ് എനി വേക്കൻസീസ് ഹിയർ, അങ്ങനെ ഒരു സെന്റൻസ് ആയിട്ട് ചോദിക്കുക. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ചിലവരൊക്കെ വന്നിട്ട് ഹായ് പാർട്ട് ടൈം ജോബ് അവൈലബിൾ, എടാ കിട്ടത്തില്ല. അവന്മാര് തന്നെ ഓർക്കും ഇത് എന്തോന്നടേ ഇവന്റെയൊക്കെ ലാംഗ്വേജ്. അപ്പൊ തന്നെ അവർക്കൊരു ഇമ്പ്രഷൻ വരും, നിങ്ങളുടെ ഒരു പറ്റിയാല. ഞാൻ എത്ര പേരെ ഞാൻ നിൽക്കുമ്പോ മാനേജറും ഉണ്ടാവും എന്റെ കൂടെയൊക്കെ ചിലപ്പോ. അപ്പൊ ഇങ്ങനെ വന്നിട്ടൊക്കെ ചോദിക്കുമ്പോ അവന്മാര് പോയിക്കുന്നത് ഇവനൊന്നും വേറെ പണിയില്ലേ, അങ്ങനത്തെ രീതിയിൽ അവന്മാര് ഇവിടത്തുള്ളവരാണ്. അത് ഈ ചോദിക്കേണ്ട അവര് നല്ല രീതിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ ആൾക്കാർ വന്നിട്ട് ചാടിക്കയറി ഒന്ന് അങ്ങനെ കാണിക്കില്ല. അവരൊന്ന് ഹായ് ഹവയ്യോ, അവർ എന്ത് കളിച്ചാലും ഹായ് ഹവയ്യോ അവരുടെ വായിന്ന് വരും. അപ്പൊ നിങ്ങളും ഇതൊക്കെ കുറച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയൊക്കെ തണ്ടാൻ കേട്ടോ. നിങ്ങൾ എന്ന കാര്യമൊക്കെ ഒന്ന് അന്വേഷിച്ച് എന്നിട്ട് വേണം പയ്യെ ജോലിയൊക്കെ ഉണ്ടോ, ഇവിടെ വേക്കൻസി ഉണ്ടോ, ഈ അടുത്ത് വല്ലതും നിങ്ങൾക്ക് അറിയാവുന്ന ഷോപ്പൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അവർ സഹായിക്കും. ഇപ്പൊ ഒരു നല്ല ആൾക്കാരൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അവർ പറയും നിന്റെ പേരും സാധനവും എന്നാ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ തന്നാ ഞങ്ങളിവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ വിളിക്കുക. ചിലർ വിളിക്കേണ്ടവരും നല്ല മനസ്സുള്ളവരും ഉണ്ട്, അല്ലാത്തവരും ഇവിടെ ഉണ്ട്. അതാണ് അപ്പൊ ഞാൻ പറയാൻ വന്നത് വെച്ചാൽ നിങ്ങളിപ്പോ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുവാണെങ്കിൽ ഒരു വെയിറ്റ് ഓൺ ചെയ്യാം. നിങ്ങൾ NI നമ്പറിന് അപ്ലൈ ചെയ്ത് NI നമ്പറൊക്കെ വരാൻ ഏകദേശം 1 വീക്കോളം പിടിക്കും. 1 വീക്ക് വേണം എന്തായാലും. അപ്പൊ എനിക്ക് പറ്റിയൊരു ആപത്താണ്, നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കാനാ. ഞാൻ ഇവിടെ വന്നിട്ട് NI നമ്പറൊക്കെ കിട്ടിയാലാണ് നമുക്കിപ്പോ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ട്. അത് ഉള്ളതാണെന്ന് വെച്ചാൽ NI നമ്പറൊക്കെ വേണം നമുക്കിവിടെ മറ്റേ സാലറി അതും ഇതൊക്കെ വരാം, പേ സ്ലിപ്പ് ഒക്കെ വരാം. പക്ഷേ ഒരാഴ്ച കൊണ്ട് നമുക്കിവിടെ ജോലി സെറ്റ് ആവണമെന്നില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ വന്നൊരു ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം തന്നെ അങ്ങ് ഇറങ്ങിക്കോ. ഇറങ്ങിയ എല്ലാ കടയിലും ചോദിച്ചു ഇവിടെ പാർട്ട് ടൈം ഉണ്ടോ. നിങ്ങൾക്ക് കുറെ എല്ലാവരോടും തിരക്കുക, കുറച്ച് സിറ്റീസ് ഒക്കെ എവിടെയാണ് കൂടുതൽ ഷോപ്പൊക്കെ ഉള്ളത് അങ്ങോട്ടൊക്കെ പോയി എല്ലാ കടയിലും എല്ലാ കടയിലും കയറി ചോദിക്കുക ജോബുണ്ടോ എല്ലാത്തിലും ചോദിച്ച് അത് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപ ഒക്കെ കിട്ടും. ചിലവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കും. നിങ്ങളോട് ചിലവർ അപ്ലൈ, മെയിൻ ആയിട്ട് ഇവിടെ ഞാൻ കണ്ട കുറെ പേര് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾ അവിടെയും ചെയ്യണം, മനസ്സിലായോ? രാവിലെ എഴുന്നേക്കുക, ഒരു നല്ലൊരു CV അങ്ങ് ഉണ്ടാക്കുക. എന്തെങ്കിലും ഇപ്പൊ ഏത് പാർട്ട് ടൈം ജോബിലാണ് അപ്ലൈ ചെയ്യാൻ പോണ അതിനൊരു മുൻഗണന കൊടുത്തിട്ടുള്ള ഒരു 5-6 CV ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു 6-7 CV എങ്കിലും ഉണ്ട്. അത് ഞാൻ ഓരോ ജോബ് നോക്കും, ഇത് അതിന്റെ അന്ന് ഇപ്പുറത്ത് കിടക്കണം, ഈ CV അങ്ങ് പോട്ടെ, അങ്ങനെ അപ്ലൈ ചെയ്യുക. രാവിലെ നോക്കുക, ഒരു ഉച്ചക്ക് നോക്കുക, വൈകിട്ട് നോക്കുക. ഇത് എന്നാന്ന് വെച്ചാൽ ചില ജോബൊക്കെ ഇപ്പൊ ഇടുന്നത് ചിലപ്പോൾ രാവിലെ ഇടണമെന്നില്ല, ചിലപ്പോൾ അവന്മാർ ഉച്ചക്കായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് അപ്ലൈ ചെയ്താൽ ഫസ്റ്റ് മുൻഗണന ഇടും. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ റീസെന്റ് ആയിട്ട് മാനേജറിനോട് ടോക്ക് ചെയ്തപ്പോ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. പുള്ളി ഇപ്പൊ ഹയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാത്തിലും പോകാറൊന്നുമില്ല, ഫസ്റ്റ് 2-3 CV അങ്ങ് എടുക്കും, ഏത് അപ്ലൈ ചെയ്തേക്കണം, എന്നിട്ട് അതിൽ ഏതാണെന്ന് കൊള്ളാന്ന് വെച്ചാൽ അതെടുക്കും. അല്ലാണ്ട് ചിലവർ റാൻഡം ആയിട്ടൊക്കെ എടുക്കും, പക്ഷെ ഇവർ അത്രയൊന്നും പോകാറില്ല. മിക്കവരും ഏറ്റവും ടോപ്പിൽ വന്നേക്കണ ഏതാന്ന് വെച്ചാൽ അതെടുക്കുക. അപ്പൊ നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്ത് ഇടുക. ഫസ്റ്റ് കിടക്കണതിന് നല്ല പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ആൾക്കാരാണ് ഇവിടെ ഞാൻ കണ്ടു വന്നേക്കണത്. ഇനി വേറെ സ്ഥലത്ത് എങ്ങനെ, എന്നോടിപ്പോ എന്റെ ഷോപ്പിന്റെ മാനേജർ പറഞ്ഞൊരു കേസാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറൊരു ഇതെന്ന് പറയാൻ, നിങ്ങൾ മാക്സിമം ഇവർ അവൈലബിലിറ്റി നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് കുറെ ടൈം ഒക്കെ ഉണ്ട്. ഇപ്പൊ ചില ഷോപ്പിലേക്ക് ഏതാ പറയാനാ, നിങ്ങളിപ്പോ ടീം മെമ്പർ ആണെങ്കിൽ അവർക്ക് ഷോപ്പ് ഇപ്പൊ രാവിലെ 7 മണിക്കാണ് ഓപ്പൺ ആവണമെന്ന് വെച്ചോ. അപ്പൊ അവിടെ 5 മണിക്ക് വന്ന ആൾക്കാരെയൊക്കെ ഇവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം ടൈം ഒക്കെ അങ്ങനെ ഒരു 5 to നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആണ്. അതെന്ന് വെച്ചാൽ അവരുടെ ഒരു മെയിൻ ടൈം ഉണ്ടല്ലോ, ആ ടൈം തൊട്ട് ഇതിന്റെ ടൈം വരെ നിങ്ങൾ അവൈലബിൾ ആണെന്ന് കാണിച്ചു കഴിഞ്ഞാലും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എന്തുവാ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ കടയിലും കയറി ചോദിക്കണം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സ്, ഇനി നമുക്ക് അങ്ങോട്ട് വരാം. ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുക, എന്നിട്ട് അവരോട് ചോദിക്കുക കൂട്ടാ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുമോ എന്നുവെച്ചാൽ. ഇവിടെ എല്ലാവരും റെഫർ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തന്നെ നിങ്ങൾ റെഫർ ചെയ്യാൻ പറ്റും, പക്ഷെ അവരെടുക്കണോന്ന് അത് അവരുടെയാണ് തീരുമാനം. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഞാൻ ഇവിടെ റെഫർ ചെയ്ത് നിങ്ങൾ കയറുവാണെങ്കിൽ എനിക്കൊരു എമൗണ്ട് കിട്ടും, നിങ്ങൾക്ക് ജോലിയും കിട്ടും, മനസ്സിലായോ? കാരണം ഇവിടെ മിക്കവരും റെഫർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ്, മനസ്സിലായോ? എന്ന് വെച്ചാൽ അവർക്കും ഗുണമുണ്ട്, നിങ്ങൾക്കും ഗുണമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഈ നാണവും ഇതൊക്കെ മാറ്റി ഒരു സൈഡിൽ വെച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാം. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ നാട്ടിൽ നിങ്ങൾ പിന്നെ
ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ കളിച്ച് സിഗ്മയൊക്കെ കളിച്ച് നടക്കുന്ന ടീം ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യം ഇവിടെ നല്ല കണക്ഷൻ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാകുന്നത്. ഓരോരുത്തരായിട്ട് സംസാരിച്ച് വരുമ്പോഴാണ് ഞാൻ കണ്ടേക്കുന്ന കാര്യം. ഞാനിങ്ങനെ നാട്ടിൽ വലിയ ആരായിട്ട് അങ്ങനെ ആൾക്കാരായിട്ടൊന്നും ഇടപെടാതെ, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ഓരോരുത്തരായിട്ട് സംസാരിച്ച് വരുമ്പോഴേ ഞാൻ പറഞ്ഞു ഇത് അങ്ങനെയാണല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഇത് ഞാൻ കുറച്ച് നേരത്തെ അറിയേണ്ടതാണ്. നേരത്തെ അറിയാൻ തന്നെ ഞാൻ ആരോട് സംസാരിക്കാറൊന്നും പോകാറില്ല, ഞാൻ അധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നും അങ്ങനെ ഉണ്ടാക്കാനും പോകാറില്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ നിങ്ങളുടെ കുടുംബക്കാരും ഇല്ല, ആരും ഇല്ല, ആകെ ഉള്ളത് നമ്മുടെ ഈ കൂട്ടുകാരാണ്. അപ്പൊ നല്ല കുറച്ച് കൂട്ടുകാരും ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു എമൗണ്ടിന് എന്തെങ്കിലും ഒരു കാശിന് തന്നെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവരേ ഉള്ളു കേട്ടോ. അപ്പൊ മാക്സിമം ഒരു മനസ്സിലായല്ലേ, നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കി വെക്കുക. പിന്നെ പാർട്ട് ടൈമിന്റെ കേസ് നിങ്ങൾ അന്വേഷിക്കണ പോലെയൊക്കെ ഇരിക്കും. വേറെ എന്തുവാ നിങ്ങളോട് ഇപ്പൊ പറയാ. പിന്നെ വേറൊരു കാര്യം, ഒരു മെസ്സേജ് വന്നതാണ്, ഒരു കൊച്ചു ചോദിച്ചേക്കണത്, പാർട്ട് ടൈം കൊണ്ട് ലോൺ അടച്ച് തീർക്കാൻ പറ്റുമോ ഏജൻസി പറഞ്ഞു. ഏതാടാ ഏജൻസി? അത് ഈ പാർട്ട് ടൈം കൊണ്ട് എങ്ങനെ ലോൺ അടച്ച് തീർക്കണം? ഇവിടുത്തെ ഞാൻ ഇപ്പൊ ഒരു അത്യാവശ്യം ഇപ്പോഴത്തെ ഏകദേശം ഒരു എമൗണ്ട് ഒക്കെ കൂട്ടി അമ്മ 13 പൗണ്ടിന്റെ ഒക്കെ അടുത്ത് കൊണ്ട് തന്നെ ഉണ്ട്. 13 പൗണ്ട് ആണെങ്കിലും 20 മണിക്കൂർ വെച്ച് ഒരാഴ്ചയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം 4 ആഴ്ചയുണ്ട്. അപ്പൊ എങ്ങനെ കളിച്ചാലും ഒരു 1000 പൗണ്ടിന്റെ അടുത്ത്. അപ്പൊ 1000 പൗണ്ടിൽ നിന്ന് ഇപ്പൊ സപ്പോസ് നിങ്ങളിപ്പോ ഒരു എന്റെ ഇവിടെയൊക്കെ ആണെങ്കിൽ ലണ്ടനിലൊക്കെ ആണെങ്കിൽ 350-400 ഇടയ്ക്കാണ് റെന്റ് വരുന്നത്. അതും പോയി പിന്നെ നിങ്ങളുടെ അല്ലറ ചെലവുകളും അതും ഇതൊക്കെ പോയിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പോണ ചെലവും അങ്ങനത്തെ കാര്യങ്ങൾ, ഫുഡ്, ഇതെല്ലാം മാറ്റി വെച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ എമൗണ്ടേ ഉള്ളു. അപ്പൊ 1000 എമൗണ്ടും വെച്ച് നമ്മുടെ ലോണിന്റെ ഇൻട്രസ്റ്റ് മാത്രമേ അടയ്ക്കാൻ പറ്റത്തുള്ളൂ. ഈ ഫുൾ ലോൺ അങ്ങ് ക്ലിയർ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. അതെനിക്കറിയത്തില്ല അവർക്ക് ഏത് ഏജൻസിയാ പറഞ്ഞു. ഞാൻ കൊച്ചിനുമല്ലോ 1, 2, 3 ലക്ഷം ആണെങ്കിൽ ഓക്കെ തീർക്കാം, ഒരു വർഷം കൊണ്ട് തീർക്കാം. പക്ഷെ എനിക്കറിയത്തില്ല, UK ഉണ്ടെങ്കിൽ എന്റെ നിന്ന് തന്നെ ഞാൻ ലോൺ എടുത്തപ്പോ ഈ 10-25 ലക്ഷം രൂപ എടുത്തിട്ടാണ് ഞാനിങ്ങ് വന്നത്. അപ്പൊ ആ ലോണൊന്നും പാർട്ട് ടൈം കൊണ്ടൊന്നും നടക്കുകയല്ല, ഫുൾ ടൈം തന്നെ തരണം. എന്തായാലും നമ്മുടെ കോഴ്സിൽ നിൽക്കുമ്പോൾ നമുക്ക് പാർട്ട് ടൈം ഇപ്പൊ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ PSW കയറി ഫുൾ ടൈം ചെയ്ത് കയറുമ്പോ ഒരു 2 കൊല്ലം വേണം, 4 പിടിച്ചു കഴിഞ്ഞാൽ 1.5 കൊല്ലം കൊണ്ട് 20-25 ക്ലോസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു സാധനം മാറ്റി വെച്ചേക്ക്. പാർട്ട് ടൈം കൊണ്ടൊന്നും ലോൺ അടയ്ക്കാൻ പറ്റില്ല, ഇൻട്രസ്റ്റ് മാത്രമേ അടയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഉള്ളതുപോലെ പറയണമല്ലോ. ഓക്കെ, വേറെ എന്നതാ, വേറെ ആരാണ്ട് ഇവിടെ വന്നാ പെട്ടുപോകുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പെട്ടുപോകും, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളായിട്ടൊരു എഫേർട്ട് ഇട്ടില്ലെങ്കിൽ ഇവിടെ പെട്ടുപോകട്ടെ. എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ, ഈ നാണവും ചമ്മലെല്ലാം മാറ്റി വെച്ച് ഇവിടെ വന്ന നല്ല ജിൽ മൂടായിരിക്കണം. നിങ്ങൾ തന്നെയാണ് ഫൈറ്റ് ചെയ്യണം. അപ്പൊ അതനുസരിച്ച് അങ്ങ് ഇറങ്ങുക, ഒരു ഇതും മേടിക്കണ്ട, ഇങ്ങനെ പടവെട്ടി അങ്ങ് മുന്നോട്ട് പോകണം, മനസ്സിലായില്ലേ? എന്നാലും എവിടെയെങ്കിലും ചെല്ലത്തുള്ളൂ. അറിഞ്ഞും പറഞ്ഞ അങ്ങ് അപ്ലൈ ഒക്കെ ചെയ്തു കേട്ടോ. ഞാൻ തന്നെ ഇവിടെ വന്നപ്പോ എനിക്ക് ആദ്യമേ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, കുറെ പ്രശ്നമൊക്കെ വന്നായിരുന്നു ആദ്യത്തെ എന്റെ പാർട്ട് ടൈം ചെയ്ത് അപ്ലൈ ചെയ്തപ്പോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കില്ല, ഞാൻ അറിഞ്ഞും പറഞ്ഞ് അപ്ലൈ ചെയ്തിട്ട് കുറെ ഇന്റർവ്യൂസിനൊക്കെ പോയി ലാസ്റ്റ് ഞാനിങ്ങനെ പാർട്ട് ടൈം അപ്ലൈ ചെയ്തിട്ട് തീർത്ത് ഇന്ത്യയിൽ ലാസ്റ്റ് ഒരു സാധനം ഇല്ലാണ്ടൊക്കെ വന്നൊരു സീനൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ വേറെ മെയിൽ ID കൂടി പിന്നെ അപ്ലൈ ചെയ്ത്. അതൊരു നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാട്ടോ. ഇപ്പൊ ഒരു മെയിൽ ID തന്നെ വെച്ച് അപ്ലൈ ചെയ്തിട്ട് ഇപ്പൊ അത് ചെയ്ത സാധനത്തിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു ഇമെയിൽ ID വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പൊ എന്നാ പറയാനാ, കിട്ടാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന കേട്ടാ. ChatGPT കയ്യിലില്ലേ, ChatGPT അടിച്ചു കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ എവിടെയാണ് നിൽക്കണം ആ സ്ഥലത്തൊക്കെയുള്ള ഷോപ്സുകൾ പാർട്ട് ടൈം ആയിട്ട് ഏതൊക്കെ ഷോപ്പാണ് ഇങ്ങനത്തെ ജോബ് കൊടുക്കണം അടിച്ചു കൊടുക്കുന്ന അവരൊരു ലിസ്റ്റ് തന്നെ വരും ChatGPT. അത് കയ്യിലെടുത്ത് വെക്കുക, എന്നിട്ട് ഓരോന്ന് എടുക്കുക, അതിന്റെ സൈറ്റിൽ കയറുക, അങ്ങനെ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ അത് ഇന്ത്യയിൽ സെർച്ച് ചെയ്യുക, അങ്ങനെ അപ്ലൈ ചെയ്യുക. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ എന്താണേലും ഞാൻ എങ്ങനെ പാർട്ട് ടൈം കണ്ടുപിടിക്കേണ്ടത്, കുറച്ച് ഷോപ്സും അതും ഇതൊക്കെ മെൻഷൻ ചെയ്ത് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. ചെയ്യാം. അപ്പൊ ബൈ ദ വേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇട്ടോ. എനിക്ക് അറിയാവുന്നതാണ് ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഒന്നുകൂടി പറയാം, എനിക്ക് അറിയാവുന്നതാണ് ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ ഈ അറിയാൻ മേലാത്ത കാര്യമൊന്നും എന്നോട് ചോദിക്കരുത്. അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാരാണോ ഏജൻസി ആണോ അവന്മാരോട് ചോദിച്ചോണം. അവന്മാരോട് വെറുതെ ചൊറിയും കുത്തിരിക്കുക. ഓരോ പിള്ളേരെ ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് നല്ല കമ്മീഷൻ അടിക്കണം. അപ്പൊ അവന്മാരോട് തന്നെ മാക്സിമം ഡൗട്ടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, അല്ല പിന്നെ ഞാൻ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എന്തെങ്കിലുമൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇടാം. അപ്പൊ അത് ഞാൻ വീഡിയോ ചെയ്യാം. ശരി ഗൈസ്.